പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവരാജൻ ജയപാലിനോട് നരേന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. അന്നേരം ശിവരാജനോട് ജയപാലൻ പറയുന്നുണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണണം എന്ന് പറയുകയാണെ. ശരിയാണ്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് കണ്ടുമുട്ടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അവനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല, ജീവിതം തന്നെ നഷ്ടപ്പെട്ട മട്ടിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുകയാണെ. അപ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, അവൻ്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, അവനെ ഞാൻ ഈ സീനിൽ നിന്ന് ഒഴിവാക്കി തരാം. പക്ഷേ എന്നെ പറ്റിക്കാനും നീ വിചാരിക്കേണ്ട, ശക്തമായിട്ടുള്ള നല്ലൊരു ഷെയർ തന്നെ എനിക്ക് തരണം എന്ന് പറയുകയാണെ. അതൊക്കെ ഞാൻ തരാം. അപ്പോൾ നരേനെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാന്നൊക്കെ ഉള്ള വാക്ക് ജയപാലൻ ശിവരാജന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ശിവരാജന് സന്തോഷമായി. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അവനൊന്ന് കാണുന്നുണ്ട് എന്ന് ശിവരാജനോട് ജയപാലൻ പറയുകയാണെ. അവൻ ഒഴിവായി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നും ശിവരാജൻ ജയപാലനോട് പറയുന്നുണ്ട്. ഇതേ സമയം മേഘനാഥനാണെന്നുണ്ടെങ്കിൽ ആ ചതിയുടെ കഥ നമ്മളെ നരേനോടും മുത്തശ്ശനോടും കൂടി പറയുകയാണേ. അന്നേരം നരേൻ പറയുന്നുണ്ട്, ഇത്ര വലിയൊരു ചതി നടന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ മുത്തശ്ശ, അതും നമ്മളെ കൂടി ഉൾപ്പെട്ട ഒരു കേസല്ലേ ഇതെന്ന് ചോദിക്കുകയാണേ. ഒരു സൂചനയെങ്കിലും മേഘന് തരായിരുന്നില്ലേന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണേ. അപ്പം മേഘൻ പറയുന്നുണ്ട്, എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങളത് വിശ്വസിക്കില്ല, ശിവരാജൻ മുതലാളിനായിരിക്കും നിങ്ങളൊക്കെ അത് വിശ്വസിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം നരേനെ, അവർക്കത് കിട്ടണം എന്ന് പറയുകയാണ്. ശരി മുത്തശ്ശാന്ന് നരേനും പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് തണുത്ത് വിറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ച് വന്നു കഴിഞ്ഞിട്ട് മറ്റേ സാറ്റ് കളിക്കുമല്ലോ, അതുപോലെ വന്ന് വിളിക്കുകയാണ് കേട്ടോ മുത്തശ്ശീനെ. അപ്പോൾ ഗീത വരികയാണ്. എന്നിട്ട് ഗീത പറയാണ്, ഞാൻ ഇവളോട് പറഞ്ഞത് ഞങ്ങൾ സാറ്റ് കളിക്കായിരുന്നു എന്നാ. ഇവള് ഒച്ചയും ബഹളമൊക്കെ കേട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവളും കൂടെ ആ കഥകളൊന്നും മനസ്സിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അന്നേരം സുജാതയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇവള് സാറ്റ് കളിക്കുന്നത് നമ്മൾ സാറ്റ് കളിക്കുന്ന രീതിയിലുള്ള സാറ്റ് കളിയൊന്നും ഇവള് കണ്ടു വളരണ്ട എന്ന് പറയുകയാണേ. അമ്മ എന്തിനാണ് ഇന്നലെ ഒച്ചയും ബഹളമൊക്കെ എടുത്ത് ഓടി ഇവിടെ വന്നിരിക്കുന്നത്? അതെ, ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പതിവാ. ചേട്ടനന്മാർ ഒരുമിച്ച് നിന്ന് കുടിച്ച് ആദ്യമൊക്കെ തമാശയൊക്കെ പറയും, പിന്നെ അങ്ങോട്ട് ബഹളം ഒക്കെയായി, വെട്ടോത്തിയെടുക്കലും വാക്കത്തിയെടുക്കലും ഒക്കെ ആയി. ഇതവിടെ പതിവാ. ഇത്ര നല്ല ഫാമിലിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് അമ്മ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ അമ്മേ എന്ന് പറയും. ഈ നടുവിന് കുഴമ്പിട്ട് ഒഴിയേണ്ട പ്രായത്തിൽ എന്നെ പറമ്പിലൂടെ വെട്ടാൻ അരിവാളെടുത്തിട്ട് ഓടിക്കുന്നതാണോടി സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അമ്മേ, ഇതൊന്നും അത്ര കാര്യമാക്കരുത്. അമ്മ ഒച്ചയും ബഹളമൊക്കെ എടുത്തിട്ടല്ലേ, ദാസേട്ടൻ ആ സമയത്ത് കുടിച്ചിട്ട് അങ്ങനെ ചെയ്തതല്ലേ, അമ്മനോട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാലും സ്വത്തുക്കളൊന്നും ഇന്നലെ എഴുതി തരില്ല, ഇന്നലെ രാത്രി തന്നെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് പറയണമായിരുന്നു, അതൊക്കെ സാവധാനം ആലോചിച്ച് ചെയ്യേണ്ട കാര്യമില്ല അമ്മേ എന്നൊക്കെ ചോദിക്കുകയാണേ. മനസ്സിലായി. സുജാത അങ്ങനെ അർത്ഥം വെച്ച് പറയണം. അമ്മ എന്താ പുറത്തേക്ക് പോകുന്നത്? ഞാൻ ഇവിടെ പഞ്ചായത്ത് മെമ്പറോടും നാട്ടുകാരോടൊക്കെ ഇവിടെ സംഭവിച്ചത് പറയട്ടെ എന്ന് പറയട്ടെ. അവരാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അമ്മ ഒന്നും കിട്ടു വന്നേ, അവരെന്തിനാണ് ഇതിലൊക്കെ ഉൾപ്പെടുത്തുന്നത്? ദാസേട്ടന് ഇന്നലെ നടന്ന സംഭവം ഒന്നും ഓർമ്മയില്ല. അമ്മ വന്നേ, ദാസേട്ടൻ അങ്ങനെയൊന്നും ഉള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞു ഞാണ്ട് കൊണ്ടുപോകാനേ. ദാസനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ പല്ല് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല സുജാതനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ സുജാതനെ നിർബന്ധിച്ച് അകത്തേക്ക് കൊണ്ടുപോകാണ് ഗീത. പിന്നെ കാണിക്കുന്നത് നിവിനും കാവേരിയും കൂടിയിട്ട് നരേൻ്റെ വീടിന് മുന്നിലെത്തിയിട്ട്, ഇത് തന്നെയല്ലേ വീട് എന്ന് നിവിൻ ചോദിക്കുമ്പോൾ ഭാരതി ചേച്ചി പറഞ്ഞതനുസരിച്ച് ഇത് തന്നെയാണ് വീടെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റിനോട് വന്ന്, ശിവരാജൻ്റെ വീടല്ലേ കുറിഞ്ഞിക്കാട് സ്ഥലമുള്ളതെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ഒരു ശിവരാജൻ ഉണ്ട്, പക്ഷെ കുറിഞ്ഞിക്കാട് സ്ഥലമൊന്നും ഇവിടെ ഉള്ളവർക്കില്ല. അവിടെ ഒരു വീടുണ്ട് ശിവരാജൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ സെക്യൂരിറ്റി. എന്നിട്ട് പറയാണ്, അവിടെ ഒരു ശിവരാജനുണ്ട്, അവർക്ക് കുറിഞ്ഞിക്കാട് സ്ഥലമുണ്ട് എന്നൊക്കെ പറയേ. അങ്ങനെ അവർ മനസ്സിലായി ഇതല്ല വീടെന്ന് പറഞ്ഞിട്ട് അവരപ്പുറത്തെ വീട് കാണിച്ചു കൊടുത്ത് അവിടേക്ക് പോവുകയാണ്. ഈ സമയത്ത് നരേൻ അവിടേക്ക് വരികയാണ് കേട്ടോ. നരേൻ നേരെ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, പറഞ്ഞു തന്നതുപോലെയൊക്കെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കാവേരിയും നിവിനും അവിടേക്ക് എത്തുന്ന കാര്യം നരേൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അവരെ വഴി തിരിച്ചു വിടുകയാണ്. കാരണം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലാണ് നരേൻ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുറച്ച് കാലതാമസം അവർക്ക് വേണമായിരുന്നു. അതിനാണ് നരേൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അങ്ങനെ കാവേരിയും നിവിനും കൂടെ പോകുന്നത് നരേൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇല വെട്ടാണ് കേട്ടോ. സുജാത പൊന്നുവിൻ്റെ കയ്യിൽ ഇലയൊക്കെ വെട്ടി കൊടുക്കുകയാണ്. അന്നേരം ഗീത വന്നിട്ട് പറയാം, അമ്മ എന്താ ഇവിടെ ചെയ്യുന്നത്? അമ്മാമ്മയും മോളും ഉണ്ടല്ലോ, ഇല വെട്ടണോ? എന്താ അത്, വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കാം. ഒരു സദ്യ വെക്കാന്ന് വിചാരിച്ചു. സദ്യ? എന്താ സദ്യ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. ദാസേട്ടന് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. അത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നല്ലൊരു സദ്യ അവന് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുകയാണേ. അപ്പോൾ
ഗീതയ്ക്ക് സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ ഗീത പറയണേ അതേ ദാസേട്ടന് സദ്യ ഇഷ്ടമാണ്, 3-4 തരം പായസമൊക്കെ വെച്ചിട്ട് സദ്യ ഉണ്ടാക്കാൻ എന്നോട് എപ്പോഴും പറയും. പക്ഷെ മെനക്കെടാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിക്കാറാണ് പതിവ്. പക്ഷെ ദാസേട്ടൻ ഈ കല്ലിലും അമ്മിയിലും ഒക്കെ അരച്ചിട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണമെന്നാണ് ആവശ്യം എന്ന് പറയട്ടോ. അപ്പോൾ സുജാത പറയും നാട്ടിൻപുറത്തെ രുചി നാവിൽ പറ്റിയിട്ടുണ്ടെങ്കിലേ അത് എപ്പോഴും വേണമെന്ന് ചില ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും എന്ന് പറയും. അപ്പം ഗീത പറയും പക്ഷേ ലാസ്റ്റ് ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തും, ചിക്കൻ ബിരിയാണി അതിൽ അങ്ങോട്ട് അവസാനിപ്പിക്കും സദ്യയുടെ മോഹം എന്നൊക്കെ പറയും. അതിന് ശേഷം ഗീത പറയുകയാണ്, അല്ല അമ്മേ, നമ്മൾ വിനീതിൻ്റെ 16 അടിയന്തരം നടത്തണമെന്ന് പറഞ്ഞിട്ട് അതമ്മ മറന്നു, അതമ്മ തമാശയ്ക്ക് പറഞ്ഞതാണോ എന്ന് ചോദിക്കണം. അല്ല, തമാശയ്ക്ക് പറഞ്ഞതല്ല, അത് ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. എന്നിട്ട് അതിൻ്റെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയേ. അന്നേരം സുജാത പറയാണ്, തൽക്കാലം ഈ ഒരു സംഭവം നടക്കട്ടെ, ഇന്നത്തെ സദ്യ നല്ലൊരു സദ്യ ഞാൻ അവന് കൊടുക്കുന്നുണ്ട് കാളിദാസിന്, അതിന് ശേഷം അടുത്തത് എന്താ പോരെ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ അത് മതി. അപ്പോൾ പൊന്നു ചോദിക്കണം, 16 അടിയന്തരോ അതെന്താ? നിൻ്റെ വിനീത് മാമനില്ലേ, വിനീത് മാമൻ്റെ 16 അടിയന്തരം അത് നടത്തുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ കൊച്ചു ചോദിക്കണം, അപ്പം അമ്മയുടെ 16 അടിയന്തരം എന്നാണ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഗീത അസത്തെ എന്തൊക്കെ ചോദ്യങ്ങളാണ് അവൾ ചോദിക്കുന്നത്, ഇവിടെ കുണ്ട നിർത്തിയതിൻ്റെ ഗുണം എന്ന് പറയും. അപ്പോൾ ഗീത അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ കൊച്ചു ചോദിക്കുകയാണേ, എന്താ മാമേ എന്നെ അമ്മ ചീത്ത പറഞ്ഞത്? അതേ, അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, മത്ത കുത്തിയാലേ കുമ്പളം മുളയ്ക്കൂലെന്ന്, അവളൊന്ന് പേടിച്ചതാ എന്ന് കൊച്ചിനോട് സുജാത പറയട്ടോ. സുജാത എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് കാവേരിയും നിവിനും കൂടിയിട്ട് ആ ഒരു വീട്ടിലേക്ക് എത്താണ് കേട്ടോ. തൊട്ടടുത്തുള്ളൊരു വീട് തന്നെയാണ്, അതായത് നമ്മളെ നരേൻ്റെ വാടക വീടാണ്. അപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ശിവരാജൻ എവിടെയും ചോദിക്കുമ്പോൾ അകത്തുണ്ട്, ഞാൻ കാപ്പി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറയുമ്പോൾ അവർ നിർബന്ധിച്ച് വേണം, കുടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുകയാണേ. അപ്പോൾ ഇവർ മര്യാദ ഉള്ള ആൾക്കാരാണെന്നാണ് തോന്നുന്നത് എന്ന് പറയും. അപ്പോൾ കാവേരി പറയും, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, തേൻ പുരട്ടി കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുകയാണേ. ഇപ്പോൾ തൽക്കാലം നിവിൻ്റെ അമ്മാവനെ തന്നെ ഉദാഹരണം പറയാലോ എന്ന് പറഞ്ഞിട്ട്, അതെ ഈ ഏത് നേരം നോക്കിയാലും നിവിൻ്റെ അമ്മാവൻ എന്ന് പറയണ്ട കേട്ടോ, ഈ നിവിൻ്റെ അമ്മാവനെ കാല് വാരാൻ കൂടി ഞാൻ കൂട്ടു നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കണ്ടെന്ന് പറയട്ടോ. അങ്ങനെ അകത്തുനിന്ന് ശിവരാജൻ ഇറങ്ങി വരികയാണ് കേട്ടോ. ശിവരാജൻ എന്ന് പറയുന്നത് നമ്മുടെ മേഘനാഥനാണ്, അതായത് നരേൻ്റെ അവരുടെ കമ്പനിയിലെ കേഷ്യർ. ഇന്നത്തെ എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആളാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു നാടകം പോലെയാണ് നരേൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ മേഘനാഥൻ ഇറങ്ങി വന്നിട്ട് ഇവരോട് പറയണം, എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നിന്ന് വരുന്നതാണ്. സാറല്ലേ ശിവരാജൻ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് ശിവരാജൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ കുറിഞ്ഞിക്കാട് നിങ്ങൾക്കൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറയും കേട്ടോ. അതിൽ ഒരു കാവിൻ്റെ അടുത്തുള്ള ഒരു 5 ഏക്കർ സ്ഥലം വാങ്ങിച്ചത് ആരാണെന്ന് അറിയാമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നു? സാറിന് ജയപാലൻ അറിയുമെന്ന് പറയും. അറിയാം, ആള് ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയണം. ഈ അടുത്ത് ജയപാലൻ്റെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്ന് കാവേരി പറയാണ്. അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ സ്ഥലം ശരിക്കും ജയപാലൻ തന്നെയാണോ വാങ്ങിച്ചത്? എൻ്റെ അച്ഛൻ്റെ പേര് അരവിന്ദൻ എന്നാണ്. അരവിന്ദനാണോ ജയപാലനാണോ ആ സ്ഥലം വാങ്ങിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാനാണെന്ന് അറിയും. അന്നേരം മേഘനാഥൻ പറയുകയാണ്, ഈ അരവിന്ദൻ എന്നുള്ള കാര്യം എനിക്കറിയാം, അരവിന്ദൻ ഇതിൻ്റെ ഇടയിൽ ഉണ്ടെന്നുള്ളതും അറിയാം. പക്ഷേ ഈ ഇടപാടുകളൊക്കെ ഏത് രീതിയിലാണ് നടന്നത്, ആരുടെ പേരിലാണ് നടത്തി കൊടുത്തിട്ടുള്ളതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫയലുകൾ പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അയ്യോ ഇപ്പം എനിക്ക് തിരക്കുണ്ട്, ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറയട്ടോ. എനിക്ക് ഒരു അത്യാവശ്യമായിട്ടൊരു മരണത്തിൽ പങ്കെടുക്കാനുണ്ട്, ഒരു പ്രേമനരേശം കാരണം ഒരാളൊരു ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എനിക്ക് അവിടേക്കൊന്ന് പോകണം എന്നൊക്കെ മേഘനാഥൻ പറയാണ് കേട്ടോ. ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയാണ്. അന്നേരം മേഘനാഥന് പെട്ടെന്നൊരു കോള് വരുമ്പോൾ അത്യാവശ്യമായിട്ടൊരു കൂട്ടർ വന്നു, അതുകൊണ്ട് സംസാരിച്ചിരുന്നുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല, ഇപ്പം തന്നെ വരാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കാവേരിയും നിവിനും അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ഒരു ദിവസം വരാനായിട്ട് അവരോട് പറയുകയാണ്. അങ്ങനെ നിവിനോട് പോകുന്ന വഴിക്ക് കാവേരി ചോദിക്കുകയാണ്, നിവിനെ എന്ത് തോന്നി ഇത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഒരു പ്രതീക്ഷ ഉള്ളതുപോലെ തോന്നി, കാര്യം അരവിന്ദനെ അറിയില്ല എന്ന് അവർ പറഞ്ഞില്ലല്ലോ, മാത്രമല്ല ജയപാലിനെ അറിയാം, അപ്പോൾ എന്തോ കാര്യമായിട്ട് നമുക്ക് അറിയാനുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്, 3-4 ദിവസം കഴിഞ്ഞിട്ട് വരാനല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കാവേരി പറയാണ്, എന്തായാലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, എന്തോ ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയും. എന്തായാലും നിവിൻ്റെ അമ്മാവൻ്റെ ഭൂമി പൂജ നാളെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ നാളെയാണ് ഭൂമി പൂജ എന്ന് പറയും. ഞാനും വരുന്നുണ്ട് നിവിൻ്റെ അമ്മാവൻ്റെ ഭൂമി പൂജയ്ക്ക് ഒരർത്ഥം വെച്ചിട്ട് നിവിനോട് കാവേരി പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗീതയും
കാളിദാസനും കൂടെ സംസാരിക്കുകയാണ്. അപ്പം ഗീത പറയണം, അമ്മ നല്ലൊരു സദ്യ ഒരുക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിന്ന് കൊടുക്കുകയാണ് ഞാൻ തിരുനേരം എന്ന് പറയാണ്. എന്താ സദ്യ എന്ന് ചോദിക്കട്ടെ, ദാസേട്ടൻ നല്ലൊരു സദ്യ തരണം എന്നാണ് അമ്മ പറഞ്ഞത്, എന്തെങ്കിലും വിഷം ഇട്ടിട്ടാണോടി തരുന്നത് എന്ന് ചോദിക്കുകയാണെ. അന്നേരം ഗീത പറഞ്ഞിട്ട്, പിന്നെ നാരങ്ങച്ചാറ് വരെ ഞാൻ അവരെ കൊണ്ട് രുചിച്ച് നോക്കിയിട്ടേ ദാസേട്ടന് തരുള്ളൂ, പോരെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം ദാസന് ശരി കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. എന്തായാലും അവരുടെ മനസ്സിൽ എന്താണെന്ന് പറയാൻ പറ്റില്ലേ, ഒരു കച്ചിത്തുറുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പിടിച്ച് കയറും തള്ള. പിന്നെ അവർ പറയുന്നതനുസരിച്ച് നിൽക്കേണ്ടി വരും. എന്തായാലും ദാസേട്ടൻ ഒന്ന് ക്ഷമിക്കുക, 2 ദിവസം ഇങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ എന്നൊന്നും പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അകലെന്ന് വിനീതിൻ്റെ ഗംഗേരെയും ബൈക്ക് വരുന്നത് കാണിട്ട്. അവർ 2 പേരും കൂടിയിട്ട് വണ്ടിയിൽ ഇറങ്ങിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ചിരിച്ചിട്ട് 2 പേരും കൂടെ ഇങ്ങനെ ഇറങ്ങണ കാണുമ്പോൾ ഗീതയും കാളിദാസനും ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ നീ പോയി അമ്മനെ വിളിക്കടി എന്ന് പറയാം കേട്ടോ. ഇവരടിച്ചിറക്കാൻ ഞാൻ തന്നെ പോരേ ദാസേട്ടാ, വേണ്ട, നീ പോയിട്ട് അമ്മനെ വിളിക്ക്, അമ്മ വരണം, അമ്മ വന്നാൽ മാത്രമേ ഇവരെ ശരിയായ രീതിയിലാക്കാൻ പറ്റുള്ളൂ, അടിച്ചിറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഗീത അമ്മനെ വിളിക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് നോക്കുമ്പോണ്ട് സുജാത നിലവിളക്കും കൊണ്ടുവരികയാണ്. അതായത് വിനീതിനെ ഗംഗനെ വിളിച്ചു വരുത്തിയതാണ് സുജാത. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. പ്രമോല് കാണിക്കുന്നത് വലതുകാല് വെച്ച് നിലവിളക്കും കൊണ്ട് ഗംഗ വീട്ടിലേക്ക് കയറുന്നതാണ് കേട്ടോ. അപ്പം വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് സുജാത ഗംഗനെയും വിനീതിനെയും അകത്തേക്ക് കയറ്റുന്നത്. ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ ഗീതയും കാളിദാസനും. അങ്ങനെ അകത്ത് കൊണ്ടുപോയി വിളക്ക് വെച്ച് 2 പേരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പേരും കൂടിയിട്ട് സുജാതനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും മകളും ആയിട്ട് ഗംഗനെ മരുമകളായിട്ട് അംഗീകരിക്കുകയാണ് സുജാത. ഇതൊട്ടും പ്രതീക്ഷിക്കാതെയാണ് കാളിദാസൻ. പിന്നെ സുജാത വിവരങ്ങളൊക്കെ പറയാണ് കേട്ടോ വിനീതിനോട്. തൊടിയിൽ വെച്ചിട്ട് വിനീത് മറ്റേ കാളിദാസനെ ഞെക്കി കൊല്ലാനായിട്ട് പോകുമ്പോഴേക്കും കാവേരിയല്ല ഗംഗ ഓടി വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കാവേരി നിവിനും കൂടിയിട്ട് യാത്ര പോയ കാര്യമൊക്കെ ജയബാലൻ വന്നിട്ട് പറയാണ് കേട്ടോ രാജേശ്വരിനോട്. അപ്പോൾ രാഗിണിയായിട്ടുള്ള കല്യാണം ഞാൻ വാക്ക് തന്നിട്ടുള്ളതാണ്, അത് വാക്ക് പറഞ്ഞതുപോലെ തന്നെ നടക്കും, ഇത് വെറും കുട്ടിക്കളിയാണ്, ആ കുട്ടികളി ഞാൻ നിർത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം രാജേശ്വരി കാവേരിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം നിവിനും കാവേരിയും തമ്മിലുള്ള അടുപ്പം ഇതുവരെ കാവേരിക്ക് അറിയില്ല കാവേരിന് ഇഷ്ടമാണെന്നുള്ള കാര്യം. അങ്ങനെ കാവേരിയുടെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് രാജേശ്വരി. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗംഗയും അതുപോലെ തന്നെ യമുനയും പിന്നെ ശാരദയും അമ്മയൊക്കെ കൂടിയിട്ട് വരികയാണ് കേട്ടോ. കാവേരി ഉണ്ട് ഭൂമി പൂജയ്ക്ക്. ഇവരെ കാണുമ്പോൾ തന്നെ ആകെ ഞെട്ടിത്തെരിക്കുകയാണ് കേട്ടോ ജയപാലൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല കാവേരി ആ ഒരു സമയത്ത് വരുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഒരു സമയത്ത് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സദ്യയല്ലേ, അതുകൊണ്ട് ഒരു ഇല ചോറ് ഞങ്ങൾക്കും തിന്നാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. രാജേശ്വരി ഒക്കെ ഉണ്ട് ഒരു ഭൂമി പൂജയ്ക്ക്. ഇത്രയാണ് പ്രഭോ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വീക്ക് അടിപൊളി എപ്പിസോഡുകളാണ്. വീഡിയോ ഇഷ്ടപ്പെടണം മറക്കാതെ ചാനൽ